ഓള് വരുമ്പോ തന്നെ ഇവിടെ എന്താ പട്ടീൻ്റെ പൂച്ചൻ്റെ ഒക്കെ ഒച്ചപ്പാട്. ചായ എടുക്കാം? എനിക്ക് ചായ വേണമാ. ചായ എപ്പടി ഇരിക്ക്? ഇതില് ചായ ഇല്ലേ പിന്നെ എന്നെ ആക്ടിങ്ങാ? ചായ ഏതൊക്കെയോ വഴിക്ക് കൂടെ പോകുന്നേ. ഇനി തിരിച്ചെങ്ങനെ പോകുന്ന ഒരു ഐഡിയ ഇല്ല. 1957 ഉണ്ടാക്കി വീടാത് ഗാന്ധി ബിസിനസ്സിനാ. അപ്പം നേരം ഊട്ടി എത്തി. നല്ല ഉറക്കുണ്ടായിരുന്നു. അപ്പോൾ ഉറക്കം ഉറങ്ങി എണീച്ച് കണ്ണ കണ്ടില്ലേ ചോന്ന് മൂക്കൊക്കെ. ഇപ്പോൾ നമ്മൾ രാവിലെ ജോഗിങ്ങിന് ഇറങ്ങിയതാ. ജോഗിങ്ങൊക്കെ കണക്കാം. ഇവിടെ നമ്മൾ വെയിൽ വരുന്നതിന് മുന്നേ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഫുള്ളും വെയിലായിട്ടുണ്ടോ. വെയിൽ ജസ്റ്റ് ഇങ്ങനെ വന്നിങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സൺറൈസ് മുകളിലെത്തിയുണ്ട് സണ്ണൊക്കെ. പക്ഷെ ഒരു നല്ലൊരു ഫീലുണ്ട്, നല്ല തണുപ്പുണ്ട്, ഒരു ഗുഡ് ക്ലൈമറ്റ്. നാട്ടിലുള്ള ചൂടിന്ന് മാറി നിൽക്കാൻ പറ്റിയ ഒരു ക്ലൈമറ്റ്. അതെ അതെ. ഞാൻ വിചാരിച്ചു ഇവിടെ എത്തുമ്പോൾ നല്ല ചൂടായിരിക്കും വിചാരിച്ചിട്ട് ഞാൻ ജാക്കറ്റ് ഒന്നും എടുത്തില്ലേന്ന്. ഞാൻ ജാക്കറ്റ് ഒന്നും എടുത്തില്ലേന്ന്. ഇവിടെ എത്തിയ ശേഷം എനിക്ക് തുടത്തിട്ട് റിയാസ്കരുടെ ജാക്കറ്റൊക്കെ അടിച്ചു മാറ്റി. അതാ നോക്ക് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടാണ്. തണുപ്പൊന്നുമില്ലേ? നമ്മൾ മൈനസ് ഡിഗ്രികളിലൊക്കെ ജയിച്ചാലേ തണുത്തിട്ട് കണ്ണുന്ന വെള്ളമൊക്കെ വരുന്ന. അത് രാവിലെ സന്ദേശമാണ് സന്തോഷം. ഇതാണ് മുത്തു. ഓള് വരുമ്പോ തന്നെ ഇവിടെ എന്താ പട്ടീൻ്റെ പൂച്ചൻ്റെ ഒക്കെ ഒച്ചപ്പാട്. കുറെ വീഡിയോ ഒക്കെ എടുക്കുന്ന ഫോട്ടോസ്. ഫ്ലവർ വിത്ത് അബൂന്ന്. നമ്മൾ രാവിലെ ജോഗിങ്ങിന് പോവാന്ന് പറഞ്ഞിട്ടാ വന്നേ, ഓടാന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടേക്ക് അബു നടന്നിട്ടായിരുന്നു. നടന്നാ മതി. ഇവിടെ തണുപ്പത്ത് നടന്നാൽ തന്നെ കുറെ കലോറി ബേൺ ആവുന്നാണ് ശാസ്ത്രം പറയുന്നതെന്നൊക്കെ കേട്ട്. എന്നോട് രാവിലെ എണീപ്പിച്ചിട്ട് പറഞ്ഞേ നമുക്ക് ഓടാൻ പോവാ, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന്. അമ്മ പിന്നെ സിക്സ് പാക്ക് ഉള്ളതുകൊണ്ട് ഓടുന്നു. സിക്സ് പാക്ക് ഇത് പൈത്തേമെന്ന് പോയതായിരിക്കും. ഒത്തു വരിക ഇതിന്മേലുള്ള കായ തിന്നു. ഈ ഫ്ലവർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ. ഇതാ കണ്ടോ, ഇതുണ്ടോ ബ്ലാക്ക് ആയിട്ട് വരുന്നേ, ഇത് പഴുത്തതാ, അത് കഴിക്കാം. നമ്മള് മറ്റേ കായല്ലേ കഴിക്കുക, എന്താ പറയാ, മുള്ളും കായും കഴിക്കാം. പക്ഷെ ഇതും കഴിക്കും നമ്മള്. അതേപോലെ നാവൽപ്പഴം അല്ലേ. നമ്മളിങ്ങനെ നടന്നിട്ട് ഒരു ചെറിയൊരു വില്ലേജിലെത്തിയിട്ടുണ്ട്. അതിനപ്പുറത്ത് റിവറാ തോന്നുന്നത്. ഞാൻ അവിടെ എവിടെയോ പെട്ടിന് തോന്നുന്നു. അവിടെ എടുത്ത ഫോട്ടോ എടുത്ത് അവിടെ കുറേ ഇരുന്ന്. നമ്മളിങ്ങനെ നടന്നെങ്കിൽ മുന്നോട്ട് വരുമ്പോൾ നല്ല വീല ഒരു ചേട്ടാ നമ്മളെടുത്ത് വന്നിട്ട് വർത്താനം പറഞ്ഞാൽ നിങ്ങളെവിടുന്ന ചോദിച്ചാൽ ഞങ്ങളോട്. നമുക്ക് കുറച്ചൊക്കെ തമ്മി അറിയുള്ളൂ. ഇപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് കാച്ചി കുറച്ച് ഇംഗ്ലീഷ് വെച്ച് മൂപ്പര് കുറച്ച് എഡ്യൂക്കേറ്റഡാ തോന്നി, ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കും. അപ്പോൾ നമ്മളോട് പറഞ്ഞു ഇവിടെ അടുത്തൊരു വില്ലേജ് ഉണ്ട്, അവിടെ പോയേക്ക് നല്ല രസമുണ്ടാവും എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയിട്ടിരിക്കുക. പക്ഷെ നല്ല ഭംഗിയുണ്ട് വീടൊക്കെ എടുത്തെടുത്തിട്ട്. ഇത്ര മൈനല്ലേ, അതൊക്കെ കിളികളാ, മൈന, കാക്ക. ഏതൊക്കെയോ വഴിക്ക് കൂടെ പോകുന്നേ. ഇനി തിരിച്ചെങ്ങനെ പോകുന്ന ഒരു ഐഡിയ ഇല്ല. പൊന്ന് ഏതൊക്കെ ലെഫ്റ്റ് ഏതൊക്കെ ഓർമ്മ ഉണ്ടെന്ന് പറഞ്ഞേ. പൊന്നല്ല സോറി, എനിക്കിവിടെ പേര് എപ്പോഴും കൺഫ്യൂഷൻ ആയിപ്പോ. ഈ പൊന്നു മുത്തു എന്നൊക്കെ ഏകദേശം സിമിലർ നെയിമല്ലേ. നമ്മള് വയനാട് പോയില്ലേ പൊന്നുവിൻ്റെ കുത്തില്ലേ. അപ്പൊ എനിക്ക് നിങ്ങൾ രണ്ടാളെ പേര് ഏകദേശം ഒരുപോലെ തോന്നുന്നു. നമ്മളിതൊരു കഫേ കണ്ട്. കഫേമ്മൂടെ കയറിയിട്ട് എന്തെങ്കിലും തിന്നാൻ പറ്റും നോക്കാം. ഇനി അസ്മിനെ വെയിറ്റ് ചെയ്യണോ? ഇതാണ് നമ്മൾ പറഞ്ഞ ലേക്ക്. நான் டீச்சரு, மசனுடைய டாக்டர் ஒர்க் டீச்சராக இருக்குது. மசனுடைய மாயார். ஓகே, மாயார். மாயார் டேம் லைக் திஸ் പവർ EB പവർ സ്റ്റേഷൻ. നമ്മളോട് വന്നിട്ട് കുറച്ചൊരു വർത്താനം പറഞ്ഞിട്ടോ. നമ്മളോട് പറഞ്ഞേ
അവർ കോഴിക്കോട് വന്നിട്ടുണ്ട്. അവരെ ഫ്രണ്ടിൻ്റെ മോളെ കല്യാണത്തിന് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത് ഫോട്ടോ കാണിച്ചെന്ന്. പിന്നെ അവരെ മോള് മസിനുകൂടിയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ കുറേ ഇങ്ങനെ വർത്താനം പറഞ്ഞു. അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ ഓരോ മുഖത്ത് ഭയങ്കര സന്തോഷം. നമുക്കും സെയിം സംഭവം. ചായ കുടിച്ചാലോ? ഇവിടെ ചായ ഷോപ്പൊന്നുമില്ല. അവിടെ ഒരു കഫേ ഉണ്ട്, നമുക്ക് പോകും. ചായ ഇരിക്ക. ഇവിടെ മുസ്ലിം സോങ്ങൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ അതിന് ലിറിക്സ് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. വെറുതെ പറയാ എനിക്ക് തമിഴ് ഏതാവത് പുരിയും என்ன புரியும்? കൊച്ചു കൊച്ചു പിരിയും. അത് ഹിന്ദി ഹേ ബൈ, ഹിന്ദി ഹേ. അല്ല, ആ ചേട്ടനില്ലേ നമ്മളടുത്ത് വന്നിട്ട് ചോദിച്ചേ ഉനക്ക് കൊഞ്ചം കൊഞ്ചം തമിഴ് തിരിയുമാന്ന് വെച്ച്. ഞാൻ കൊഞ്ചം കൊഞ്ചം തിരിയും. என்ன தெரியும்? போய் சொல்றேன், நான் சொல்லி தரேன். ஓகே, നിയാസ്ക്ക് അഹങ്കാരം വന്നിട്ടേ ഇരിക്കുന്നില്ല. അനക്ക് ചായ വേണമാ? ഉനക്ക് ചായ വേണമാ? അനക്ക് ചായ വേണം. നീ എനിക്ക് സമയം കത്തിക്കിട്ടേ. പസിയാലേ പഠിക്കും. പസിയാലേ പഠിക്കും. എന്തേലും എന്റെ തമിഴിനെ കുറിച്ചിട്ട് ഒരു കളിയാക്കുക. ഇങ്ങനെ തന്നെയല്ലേ തമിഴൊക്കെ പഠിക്കാം? ഷുഗർ കുറവാട്ടോ. എങ്ങനെ? എവിടെ പോവാണെങ്കിലും ഞാൻ ചായ എന്റെ ചായ ബാക്കി കുട്ടിന് പരിപാടിയും ഉപയോഗിക്കും. സ്നേഹം ഒന്നിൽ നിന്ന് ഷെയർ ചെയ്യാന്നുള്ളതാണ് എന്റെ പോളിസി. അതുകൊണ്ടല്ല, ഇവർക്കൊന്നും ഈ സ്നേഹത്തിന് ഇപ്പത്തെ പിള്ളേർക്കൊന്നും സ്നേഹത്തിന്റെ ഒന്നും അറിയില്ലല്ലോ. അതുകൊണ്ടല്ല ഗ്ലാസ്സിൽ കുടിച്ച് ഒരു ചോറ് തിന്ന് ഒരു പായൽ കിടന്നിറങ്ങിയ ആളുകളെ അതൊന്നുമില്ല. എന്ത് മൂപ്പരിനോട് ചായ ഉണ്ടാക്കാൻ പറയാ, 1/2 ഗ്ലാസ്, അതിൽ കൂടുതൽ വേണ്ട. போராது. நான் அப்பே சொன்னேன், என்ன சொன்னேன்? பார்த்து செய்யலாம். இப்போ எப்படி இருக்கு? ലക്കി കഫേ നമുക്ക് ലക്കി ഇല്ല. ഈ കുടിക്കുന്ന എന്തിനാ തമിഴ് പറയാ? നമുക്ക് ഇത് കുടിക്കുന്നത് இதுக்கு கொஞ்சம் மார்னிங்ல கூலா இருக்குல்ல இங்க, அது ஒன்று சூடாக இருக்குதா? சூடு இருக்கு. ചായ எப்படி இருக்கு? ഇതില് ചായ ഇല്ലേ? പിന്നെ എന്നെ ആക്ടിങ്ങാ? ഇത് എന്നെ ആക്ടിങ്ങാ? ഇതെന്നെ ആക്ടിങ്ങാ? You don't want see. കോലമാണ് മോനെ. ഇവിടെ 1957 ഉണ്ടാക്കിയ വീടാത്. ഞാൻ ഫ്രണ്ട് ഭാഗം കാണിച്ചു തരാം. നമുക്ക് പക്ഷേ ഇപ്പോൾ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് കാണും, അല്ലാതെ എത്ര നോക്കൂലല്ലോ. ബട്ട് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഇത് 1987 എടുത്തുണ്ടാക്കിയ ഗൈസ്. നമ്മളങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. തമിഴ് தான் பேசணும். உங்க എന്തിനാ സ്പീഡിൽ ഇങ്ങനെ പോകുന്നേ? എനിക്ക് കൊഞ്ചം കൊഞ്ചം തെയ്യുമാ തമിഴ് പുരിയും. എനിക്ക് തമിഴ് തെറിയാതെ, പക്ഷേ ഐ വിൽ ട്രൈ. യെസ് മാൻ. അല്ല, നമ്മൾ നടന്ന് കൊയങ്ങി ഗൈസ്. നിയാസ്കൊക്കെ പറയും ഞാൻ കൊയങ്ങിയില്ലാന്ന്, പക്ഷേ നിങ്ങൾക്കില്ലേ കാണിച്ചു തരും. ശ്വാസം കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ. ശ്വാസം നോർമലാ. എൻ്റെ ശ്വാസം
തമിഴ്നാട്ടിൽ വന്ന തമിഴ് പ്രശ്നം അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഗൈസ്. പക്ഷേ സിമ്പിൾ ഇവിടെ കാട്ടുപോത്തിരിക്കേ ഏതാ നിജോ കാട്ടുപോത്തില്ലേ ഇവിടെ? കാട്ടുപോത്തിരിക്കേ ഇത് പൊന്നുതാ. ഏയ് മുത്തോ ഞങ്ങൾ അങ്ങനെ സ്റ്റേ ചെയ്ത് വീട്ടിൽ തന്നെ റിട്ടേൺ പോന്നിരിക്കുന്നു. നമ്മൾ രാവിലെ ജോഗിങ്ങിന് പോരാണ്ട് കൊറേ വിളിച്ച് മട്ടി. രാവിലെ സിനിമ ആണ് വേറെ മൂഡ്. നമ്മളങ്ങനെ തിരിച്ച് റൂമിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ, രാവിലത്തെ വീഡിയോ. അപ്പോൾ